നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ HMS ബീഗിൾ എന്ന് പറയുന്നത് ഡാർവിൻ്റെ ജീവിതത്തെ തന്നെ ഒരു വലിയ മാറ്റം കൊണ്ടുവന്ന ഒരു കപ്പലിലാണ്. 1830 ചാൾസ് ഡാർവിൻ ഒരു യാത്ര പുറപ്പെട്ടു. HMS ബീഗിൾ ഷിപ്പിൽ 5 വർഷം നീണ്ട യാത്ര. പരിണാമ സിദ്ധാന്തത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായൊരു യാത്രയും അതിന് കാരണമായൊരു കപ്പലുമാണ് അന്താരാഷ്ട്ര ശാസ്ത്രമേളയിൽ കൗതുകമായി മുന്നിൽ നിൽക്കുന്നത്. ഡാർവിൻ നടത്തിയ യാത്രയിൽ തുടങ്ങി പരിണാമ സിദ്ധാന്തം വികസിപ്പിക്കുന്നതിൽ പ്രധാനമായ ഗാലപ്പഗോസ് ദ്വീപിലെ ഡാർവിന്റെ ഫിഞ്ചുകൾ വരെ ഇവിടെയുണ്ട്. ഇതുപോലൊരു HMS ബീഗിൾ ഷിപ്പിൽ ഡാർവിൻ യാത്ര ചെയ്ത് കണ്ടെത്തിയ അത്ഭുതങ്ങൾ ഇവിടെ ഒരു കാഴ്ചയായി കപ്പലിൽ കയറി തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. കൊച്ചുകുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഡാർവിന്റെ മഹത്തായ സംഭാവനകൾ അറിയാനും കാണാനുമായി ഈ കപ്പലിലെത്തുന്നു. നമ്മൾ കപ്പലിൽ പോയ ഒരു ഫീലായിട്ട് ഈ മുകളിൽ വന്നപ്പോൾ കാണാൻ മറ്റേ ഇതൊക്കെ കണ്ടപ്പോൾ നല്ല ഒരു ഫീലുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് പഠിക്കാനുള്ളതൊക്കെ ഉണ്ട്, ശരിക്കും ഉണ്ട്. ഇത് കൊള്ളാം, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഡാർവിനെ കുറിച്ചുള്ള ഡാർവിൻ്റെ ഫിഞ്ചസിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. ശാസ്ത്രത്തെ അറിയുന്ന, പഠിക്കാനും അറിയാനും ഇഷ്ടമുള്ള പുതുതലമുറയിലെ വളർന്നുവരുന്ന ശാസ്ത്രജ്ഞന്മാരുമേറെ. As a scientist, he was awesome. He was brilliant. ഡാർവിൻ്റെ ആ ഒരു ഒബ്സർവേഷൻ സ്കില്ല് അതാണ് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. എത്തുന്നവരിൽ പലർക്കും കൗതുകം, അതിലേറെ ശാസ്ത്രത്തെ അറിയാനുള്ള ജിജ്ഞാസ. ഗ്ലോബൽ സയൻസ് മേളയിൽ ആകർഷകമായി മാറുകയാണ് ഡാർവിനും HMS ബീഗിൾ ഷിപ്പും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.